ഇന്നലെ ഒരു പയ്യൻ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. ഈ ദൈവമാണോ മനുഷ്യനെ സൃഷ്ടിച്ചത്, അതോ മനുഷ്യനാണോ ദൈവത്തെ സൃഷ്ടിച്ചത് എന്നുള്ളത്. ഞാൻ പറഞ്ഞു, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ പറഞ്ഞു, അച്ഛാ, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് അച്ഛൻ പറയുകയാണെങ്കിൽ മനുഷ്യനാണ് ദൈവത്തെ സൃഷ്ടിച്ചത് എന്നുള്ളതിന് 1000 തെളിവുകൾ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ നിരത്താം. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറയാണ്, മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത ഒരു കഥാപാത്രം മാത്രമാണ് ദൈവം. എന്നിട്ട് അവൻ പറയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ ദൈവമുണ്ട് എന്നതിന്, ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് എന്നതിന് എന്ത് തെളിവാണ് അച്ഛൻ എനിക്ക് നൽകാനുള്ളത്? അത് ബൈബിളിൻ്റെ ബേസിലോ അതിൻ്റെ പറഞ്ഞതിൻ്റെ പേരിലാകരുത്, അല്ലാതെ എന്ത് തെളിവാണ് അച്ഛൻ നൽകാനുള്ളത്? ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു അവസരത്തിൽ നമുക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ് ദൈവമുണ്ടോ എന്നൊക്കെയുള്ളത്. ഇനി ദൈവത്തിൽ വിശ്വസിക്കുന്നവർ തന്നെ ചില പരീക്ഷകൾ, ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ലേഖന ഭാഗത്തൊരു വളരെ മനോഹരമായ വചനമുണ്ട്. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്നതിൻ്റെ വിശ്വാസം എന്ന്. പരീക്ഷകളെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം നിനക്കുണ്ടോ? വസ്ത്രം മാറുന്നത് പോലെ, ഭക്ഷണം കഴിക്കുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കേണ്ടതല്ല നിന്റെ വിശ്വാസം. ചോദ്യം ഇതാണ്: ഏത് പ്രതിസന്ധിയിലൂടെ നീ കടന്നു പോയാലും നീ വിശ്വസിക്കുന്ന നിന്റെ ദൈവം ഏത് പ്രതിസന്ധിയിലും നിന്റെ കൂടെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് നിനക്കുണ്ടോ?